ചക്ക കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായി സാധാരണ ഹൽവ മാതിരി അതേ ടേസ്റ്റിലുള്ള ചക്ക. 1/2 കിലോ വരിക്കച്ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ ചക്കയുടെ പ്യൂരി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം ചൂടായതിന് ശേഷം നമ്മൾ ചക്കയുടെ പ്യൂരിയിലേക്ക് അരിച്ച് എടുത്ത ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി ചക്കപ്പഴവും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഏലക്കാപ്പൊടി പഞ്ചസാര ഇട്ട് പൊടിച്ച് ചേർക്കുക. കോൺഫ്ലവറിലേക്ക് 1/2 ഗ്ലാസ് പാലൊഴിച്ച് കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചൂടായിരിക്കുന്ന മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറും ചക്കപ്പഴവും അതിൻ്റെ പ്യൂരിയും കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്ട്രക്ചറുമായി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മണിക്കൂർ നേരം ഇത് ഇളക്കി വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നത് വരെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. ഈ ഒരു സ്ട്രക്ചറിലേക്കായി കുറച്ചുകൂടി സമയം നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നെയ്യിൽ വറുത്ത കാഷ്യൂനട്ട്, ബദാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി വീണ്ടും ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റി അലുവയുടെ ഒരു സ്ട്രക്ചർ ആകുന്നത് വരെയും നമുക്ക് അതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സാധാരണ ഹൽവയിലും നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്, ചക്കപ്പഴം കൊണ്ടുള്ള ഹൽവ. വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തു. അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇച്ചിരി നെയ്യ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുണ്ട്. ഇനി ഒരു നെയ്യ് തടവിയ പാനിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് നിരത്തി എടുത്തതിന് ശേഷം അതിന് മുകളിൽ കാഷ്യൂനട്ട് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക് യു.